സംസ്ഥാനത്ത് ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഇന്ന് കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശം അല്പസമയത്തിനകം എല്ലായിടത്തും ആരംഭിക്കും. ഇതിനകം തന്നെ എല്ലായിടങ്ങളിലും സജീവമായ ഒരുക്കങ്ങളാണ്. കൊട്ടിക്കലാശത്തിന് ആവേശം പകരാൻ അണിയറയിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലും നഗര ഗ്രാമ കേന്ദ്രങ്ങളിലും അടക്കം വാർഡുകളടക്കം കേന്ദ്രീകരിച്ച് പ്രധാന ജംഗ്ഷനുകളിലും കൊട്ടിക്കലാശമുണ്ടാക്കും. സംഘർഷം ഒഴിവാക്കാൻ പോലീസിനെ വിവിധ സ്ഥലങ്ങളിൽ നിയോഗിച്ചിട്ടുമുണ്ട്. വൈകിട്ട് 6-ന് പരസ്യപ്രചരണം അവസാനിക്കും. സംസ്ഥാനത്തിന്റെ പൊതുചിത്രം നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് വി അരുൺ, ഒപ്പം ഡാൻ കുര്യൻ, ഒപ്പം ജി ശ്രീജിത്ത്, എസ് വിനീഷ്, ആജ്ഞ രവീന്ദ്രൻ അടക്കം നമുക്കൊപ്പം ചേരുന്നു. എന്തായാലും മധ്യകേരളം ഉൾപ്പെടുന്ന തെക്കൻ ജില്ലകൾ ഉൾപ്പെടുന്ന ഈ തന്ത്രപ്രധാനമായ ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം നമുക്ക് വിശദമായി പരിശോധിക്കാം. വി അരുൺ നമുക്കൊപ്പം ആദ്യം ചേരുന്നുണ്ട്. അരുൺ, തിരുവനന്തപുരം ഉൾപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം അതിപ്രധാനമാണ്. ആദ്യ ഫേസിൽ തന്നെ തന്ത്രപ്രധാനമായ ഇടങ്ങളാണ്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പുതിയ ഭരണസമിതികൾ വരുന്നു എന്നതിനപ്പുറം കേരളം പറയാൻ പോകുന്ന രാഷ്ട്രീയം, അതിൻ്റെ ഫലം കൂടിയാണ് യഥാർത്ഥത്തിൽ വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ ദിശാ സൂചികയുള്ള ഈ തെരഞ്ഞെടുപ്പ്. അരുൺ നിൽക്കുന്ന ഇടത്തിൻ്റെ ഒരു ആവേശം എങ്ങനെയാണ്? ഈ കൊട്ടിക്കലാശം അതിൻ്റെ പാരമ്യത്തിലേക്ക് എപ്പോൾ എത്തും? സാഹിത്യത്തായി നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളതുപോലെ ഒരു കേന്ദ്രീകൃതമായ ഒരു കൊട്ടിക്കലാശം എവിടെയും കാണാനില്ല. പകരം വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഈ കൊട്ടിക്കലാശം പൊതുവിൽ നടക്കുന്നത്. ഞാനുള്ള നെടുമങ്ങാടാണ്. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പുലിപ്പാറ 14 നമ്പർ വാർഡാണ്. അവിടെ അല്പസമയം മുമ്പ് മന്ത്രി GRNൽ ഇവിടുത്തെ MLA കൂടിയ GRNൽ പങ്കെടുത്തൊരു റോഡ് ഷോയൊക്കെ സമാപിച്ചിരുന്നു. അവർ പ്രവർത്തകരൊക്കെ ഇപ്പോഴും ഇവിടെ പിരിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ ഓരോ വാർഡ് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണ രീതിയാണ് കൊട്ടിക്കലാശത്തിന് ഇവിടെ ഉള്ളത്. ഇവിടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. ഈ വലിയൊരു ആവേശമൊന്നും ഈ കൊട്ടിക്കലാശത്തിന് കാണാനില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വരുന്നത്? നല്ല ആവേശമായിരുന്നു. നിങ്ങൾ വന്ന് താമസിച്ചു എന്നുള്ളതേ ഉള്ളൂ. 4 മണി തൊട്ട് 6 മണി വരെ അങ്ങനെ ഒരു അല്ല, ഞങ്ങൾ ഇവിടെ വാർഡ് ആസ്ഥാനത്ത് നേരത്തെയാണ് നടത്താറുള്ളത്. ടൗണിലാണ് 4 മണി തൊട്ട് 6 മണി. നെടുമങ്ങാട് ടൗണിലേക്ക് പോകും. നെടുമങ്ങാട് ടൗണിലേക്ക് ഇവിടെ ഈ 2 വാർഡിന്റെ കൊട്ടിക്കലാശം എന്നുള്ളതിൽ കൊട്ടിക്കലാശം എല്ലാം മന്ത്രി പങ്കെടുത്ത് റോഡ് ഷോ എന്നുള്ള നിലയിലാണ്. എങ്ങനെയുണ്ട് പൊതുവിലൊരു ആളുകളുടെ റെസ്പോൺസ് ഒക്കെ? അവസാനം നല്ല റെസ്പോൺസാണ്. ഞാൻ നിരവധി തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ളതാണ്. നല്ല റെസ്പോൺസാണ്. ഞാൻ തന്നെ വേറെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത തരത്തിലുള്ള അനുകൂലമായ നിലപാടാണ് ജനങ്ങളുടെ ഭാഗത്ത്. ഈ ശബരിമലയൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യില്ല. അയ്യപ്പന്റെ സ്വർണ്ണം എവിടെ പോയി ചോദ്യമൊക്കെ വരില്ലേ? ശബരിമല അതിന്റെ വഴിക്ക് പോകും. കുറ്റക്കാരാരായാലും അവരെ ശിക്ഷിക്കപ്പെടും. എന്താണ് പിന്നെ ജനം ചർച്ച ചെയ്യാൻ പോകുന്നത്? സ്ത്രീകളൊക്കെ എന്താ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ? സ്ത്രീകളുടെ ഇടയിലൊന്നും മറ്റു വലിയ ചർച്ചയൊന്നും ഇതുവരെ ഞങ്ങൾ പോയ ഒരു വീടുകളിലും അതിനെക്കുറിച്ച് ഒരു വർത്തമാനം ഉണ്ടായിട്ടില്ല. ഈ സ്ത്രീകൾക്ക് എന്താണ് ആശങ്കയായിട്ടുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഈ സ്ക്വാഡ് വർക്കിനൊക്കെ പോകുമ്പോൾ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സംശയമുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടുമെന്നുള്ളതുകൊണ്ട് അല്ലാതെ വേറെ ആശങ്കയായിട്ടൊന്നും ഇടത് കേന്ദ്രങ്ങളുടെ ഒരു സ്വാഭാവിക പ്രതികരണമാണിത്. കാരണം മറ്റു കാര്യങ്ങളും ചർച്ചയാകില്ല, വിവാദങ്ങൾ ചർച്ചയാകില്ല, ശബരിമല ചർച്ചയാകില്ല. ശബരിമല അയ്യപ്പന്റെ സ്വർണം പോയതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണ്. അതൊന്നും ചർച്ചയാകില്ല. അല്പസമയം നമ്മുടെ മന്ത്രി GRNൽ പറഞ്ഞതും അതാണ്. വയറിന്റെ വിശപ്പ്, അത്തരം കാര്യങ്ങളാണ് ജനം ചർച്ച ചെയ്യാൻ പോകുന്നത്. സർക്കാർ കൊടുത്ത അത്തരം സർക്കാർ ഇടപെടലുകളാകും ചർച്ച ചെയ്യാൻ പോകുന്നത്. പൊതുവിൽ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്ന പല വിഷയങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ശബരിമല തന്നെയാകും. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാകും. പ്രതിപക്ഷം ആ രീതിയിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. സർക്കാരാകട്ടെ അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ വികസന ക്ഷേമ നേട്ടങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ശബരിമല പലയിടത്തും, പ്രത്യേക തെക്കൻ കേരളമാണ്. ആദ്യം 7 ജില്ലകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ശബരിമല അത്രയധികം നേരിട്ട് ബന്ധപ്പെടുന്ന ജില്ലകളാണ്. തിരുവനന്തപുരമായാലും കൊല്ലമായാലും പത്തനംതിട്ടയായാലും ഈ തെക്കൻ ജില്ലകൾ സ്വാഭാവികമായും ശബരിമല ഒരു ചർച്ചാ വിഷയമാകും. അതിൽ CPMന്റെ പ്രതീക്ഷ, ഇടതുമുണ്ട് പ്രതീക്ഷ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ആര് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുന്ന നിലപാട് CPM സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾ വിശ്വസിക്കും. സർക്കാരിൽ വിശ്വസിച്ച് അത്തരം കാര്യങ്ങൾ കൂടി ഞങ്ങൾ ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. എന്നാൽ ഇന്ന് അവസാന മണിക്കൂറിൽ പോലും രമേശ് ചെന്നിത്തല പോലെ നേതാക്കളൊക്കെ സ്വർണ്ണക്കൊള്ളയിലെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആ രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആരോപണം കൂടി ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതായത് ഈ അവസാന മണിക്കൂറുകളിൽ ഈ വിഷയം ചർച്ചയായി തന്നെ പെൻഷനൊക്കെ തെരഞ്ഞെടുപ്പിൽ 2000 രൂപ കിട്ടിയതിൽ നമ്മുടെ നാട്ടിലെ അശരണരായ പാവപ്പെട്ട മനുഷ്യർ വളരെ സന്തോഷകരാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിക്കുകയും അതിൽ അപേക്ഷ കൊടുക്കാൻ കാത്തിരിക്കുകയാണ് സഹോദരിമാരെല്ലാം. ചെറുപ്പക്കാരാണെങ്കിൽ അവർക്ക് 1000 രൂപ വീതം പ്രതിമാസം കിട്ടുകയും ഒരു വർഷം 12,000 രൂപ കയ്യിൽ കിട്ടുകയും ചെയ്തു. സർക്കാർ ആദ്യമായിട്ട് ഏർപ്പെടുത്തുന്ന പദ്ധതി. ഇതിൽ ആരോഗ്യ രംഗത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആശുപത്രികളുടെ പ്രശ്നമുണ്ട്. ശബരിമല ഒരു CPM അറിഞ്ഞു. ശബരിമലയല്ല, അവിടെ വിശ്വാസികൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ശബരിമല കൃത്യമായി നടക്കും. അയ്യപ്പന്റെ വിശ്വാസികൾ പോയി സ്വർണ്ണമൊക്കെ ആവശ്യമുള്ള സ്വർണം വരും. ആവശ്യമുള്ള സ്വർണം ശബരിമലയിലുണ്ട്.
തിരിച്ചു പിടിക്കാനുള്ള നടപടി കൃത്യമായി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ആര് കൊണ്ടുപോയാലും തിരിച്ചു പിടിച്ചിരിക്കും. ശബരിമല സ്വർണ്ണമല്ല, മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. ശബരിമല അയ്യപ്പന്റെ കാര്യം അയ്യപ്പനും അയ്യപ്പന്റെ വിശ്വാസികളും അതിന് സർക്കാരിന് സംരക്ഷണം നൽകി നോക്കുകയും ചെയ്യും. ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നമാണ് പ്രശ്നം. ജനങ്ങൾക്ക് പട്ടിണിയില്ലാതെ ജീവിക്കണം. അവർക്ക് 24 മണിക്കൂറും കറണ്ട് ഉണ്ടാവണം, വെള്ളം ഉണ്ടാവണം, റേഷൻ കടയിൽ അരി ഉണ്ടാവണം, അവർക്ക് ആവശ്യത്തിന് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഉണ്ടാവണം, ആശുപത്രിയിൽ ചെന്നാൽ അത്യാവശ്യം ജീവൻ രക്ഷാ ഔഷധങ്ങൾ കിട്ടണം. ഇന്ന് എല്ലാ ആശുപത്രിയിലും അത് കിട്ടുന്നുണ്ട്, മുമ്പ് അതില്ലായിരുന്നു. മെച്ചപ്പെട്ട യാത്രാ സൗകര്യമുണ്ട്, നല്ല റോഡുകളായി, നല്ല പള്ളിക്കൂടങ്ങളായി, നല്ല സ്കൂൾ കെട്ടിടങ്ങളാണ് എല്ലായിടത്തും. അപ്പൊ എല്ലാം ജനങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. അവർ ഹാപ്പി ആയിട്ട് വന്ന് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. നിങ്ങൾ നോക്കിയോ, നെടുമങ്ങാട് നഗരസഭയിൽ ഇടതുപക്ഷം ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും. ഇതാണ് സഹിത CPM കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. ഇതാണ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ വോട്ടായി മാറുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ UDF-ഉം BJP-യും ഒക്കെ ശബരിമല വലിയൊരു വിഷയമായി തന്നെ ഉയർത്തിക്കാട്ടുന്നത് എത്രത്തോളം അത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് നമുക്ക് വോട്ട് എണ്ണുമ്പോൾ അറിയാനും കഴിയും. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു കേന്ദ്രീകൃതമായ ഒരു പ്രകടനങ്ങളിലേക്ക് ഈ ഭാഗത്തെ കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ നെടുമങ്ങാട് സ്വാഭാവികമായും ഗ്രാമീണ മേഖലയാണ്. അവിടെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമൊക്കെ ഉയർന്നു വരുമെന്ന് പറയുന്നു. എത്രത്തോളം വരുമെന്നൊക്കെ അത് കണ്ടറിയണം. രാഹുൽ മാങ്കൂട്ടം എവിടെയെന്ന ചോദ്യമൊക്കെയാണ് CPM പ്രവർത്തകരുണ്ട്. സ്വാഭാവികം അവരുടെ ഒരു പ്രതി അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് തോന്നുന്നു. ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് R ജയദേവൻ. നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഏതായാലും അത്തരം കാണാനില്ല ആളെ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, UDF-ന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം 2 ദിവസം കൊണ്ട് ഫീൽഡിലില്ല. അദ്ദേഹത്തിന് മൈക്ക് അനൗൺസ്മെന്റ് ജനങ്ങൾക്ക് ഇത് ബാധിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇറങ്ങുമ്പോൾ ജനങ്ങൾ വളരെ പാലക്കാട് കണ്ടില്ലേ, രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ സ്ത്രീകളും അമ്മമാരും സ്വീകരിക്കാൻ ഒരാഴ്ചക്ക് മുമ്പ് ഒരാഴ്ച ഇവിടെ പോയി രാഹുൽ മാങ്കൂട്ടം. ഈ ഒരാഴ്ച ഇവിടെ പോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാരണം കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോലും ഇറങ്ങാൻ നിവർത്തിയില്ല. സത്യത്തിൽ എന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നില്ല. പരമ്പരാഗത കോൺഗ്രസ്സുകാരുണ്ട്, ഗാന്ധിയൻ കോൺഗ്രസ്സുകാരുണ്ട്, പിന്നെ നെഹ്റുവിന്റെ കോൺഗ്രസ്സുകാരുണ്ട്, ഇന്ദിരാഗാന്ധിയെ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അവരെല്ലാം പാരമ്പര്യ കോൺഗ്രസ്സുകാരാണ്. അവർ പറഞ്ഞാൽ ഞങ്ങൾ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി തന്നെ ഏകദേശം വിഡ്രോ ചെയ്ത് പോയത്. അതാണ് സ്ഥിതി. ഇതാണ് CPM-ന്റെ പ്രതീക്ഷയാണോ അമിത പ്രതീക്ഷയാണോ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സ്വാഭാവികമായും ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ചർച്ചയാവും. അയാളെ ഉടനെ അറസ്റ്റ് ചെയ്തിരിക്കും. അറസ്റ്റ് ചെയ്യാൻ സർക്കാർ പറ്റുന്നില്ലോ. സർക്കാർ ഒളിച്ചു കളിക്കും ചെയ്തിരിക്കും. 100% രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കും. ഒളിച്ചിരിക്കണമെന്ന് പുറത്ത് വന്നിരിക്കും. സംശയമൊന്നും വേണ്ട. ജനങ്ങളെ സ്ത്രീകൾക്കൊക്കെ ആശങ്കയുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയം വരുമ്പോൾ. അങ്ങനെ നിങ്ങൾ സ്ക്വാഡായിട്ട് പോകുമ്പോഴൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? ഈ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ പാർട്ടിക്കാരും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വിഷയമാണോ രാഹുൽ? ജനങ്ങളെ വിശ്വസിക്കുമോ? ജനങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചോദിച്ചു പോകുമ്പോൾ രാഹുൽ വിശ്വസിക്കുമോ? ജനങ്ങൾ വിശ്വസിക്കുമോ? നിലവിലെ MLA അല്ലേ? അവർക്ക് പേടിയുണ്ടോ ഈ വിഷയം കേൾക്കുമ്പോൾ? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആർക്ക് പേടിയുണ്ട്? ജനങ്ങൾക്ക് ഈ വിഷയം കേൾക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ജനങ്ങൾ അതനുസരിച്ച് വോട്ട് ചെയ്തോളൂ. ഇപ്പം ഉറപ്പാണ് 100%. 30 സീറ്റ് നെടുമങ്ങാട് നഗരസഭ പിടിച്ചിരിക്കും. നെടുമങ്ങാട് മാത്രമല്ല കേരളം മുഴുവൻ. എന്തായാലും ഈ നെടുമങ്ങാട് വലിയ പ്രതീക്ഷയിലാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയം അടക്കം ചർച്ചയാകുമെന്ന പ്രതീക്ഷയാണ് CPM പ്രവർത്തകർ നേതാക്കളും ഒക്കെ പങ്കുവയ്ക്കുന്നത്. സഹിത യെസ്, അരുൺ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രചരണ തന്ത്രത്തിന്റെ സൂചനയാണ് അവിടെ ഉള്ളത്. അവർക്ക് എന്താ